ഇന്നോളം നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു 7ാം ക്ലാസ്സിലെ കുട്ടികൾ. എല്ലാവരും ഏറ്റവും നിശബ്ദമായിരുന്നു കൊണ്ട് ഈ ദിവ്യകാരുണ്യ അത്ഭുതം എന്നതറിയുവാൻ നമുക്ക് കാത്തിരിക്കാം. സൃഷ്ടിയുടെ കാലം മുതൽ ഇതാ ഇന്ന് വരെയുള്ള ദിനങ്ങൾ പരിശോധിച്ചാൽ ഓരോ നാളിലും മത്തിനെ പൊതിഞ്ഞു പിടിക്കുന്ന പിതൃസ്നേഹത്തിന്റെ ദൈവകരുതലിന്റെ നേർചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പമായും അഗ്നിയായും കാളയായും മന്നയായും മറ്റ് ജീവിതങ്ങളെ താങ്ങി നിർത്തുന്ന അളവില്ലാത്ത ദൈവസ്നേഹം അഗാപ്പെ. അതിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്തിയാലോ? ക്ലാസ് 7 അവതരിപ്പിക്കുന്നു നിത്യജീവന്റെ അപ്പം. തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും ഒപ്പം അവന്റെ സർവ്വസമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് പോയ 4 പ്രബല രാജാക്കന്മാരുടെ സൈന്യത്തെ അബ്രാം എന്ന നമ്മുടെ പൂർവ്വപിതാവ് വെറും 318 പേരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു. തിരികെ എത്തുന്ന അബ്രാമിനും കൂട്ടർക്കും സോദോം സാരയും രാജാക്കന്മാർ സ്വീകരണം നൽകുന്നു. പ്രഭു, അങ്ങ് ആകുലനാകണ്ട. ദൈവകൃപയുള്ള അബ്രാമിനെ ആർക്കും തോൽപ്പിക്കാൻ ആവില്ല. എന്നാലും ഇത്ര വലിയ സൈന്യത്തെ നേരിടാൻ വെറും 318 പേർ. ദൈവത്തിന്റെ ശക്തമായ കൃപയിൽ യുദ്ധം ചെയ്യുന്ന ആ 318 പേർ 30,000 പേർക്ക് തുല്യമായിരിക്കും പ്രഭു. അതല്ലേ ദൈവപരിപാലന? എന്തോ എനിക്കൊരു അസ്വസ്ഥത. ഈ ശത്രു രാജ്യങ്ങളുടെ അതിക്രമം യഹോവ തന്നെ ഇല്ലാതാക്കണം. പറയൂ, എന്തു വാർത്തയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്? സന്തോഷവാർത്ത തന്നെ പ്രഭു. അബ്രാം കൂട്ടരും ശത്രുപക്ഷത്തെ തിരുത്തി ഹോവാദേശം വരെ ഓടിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുത്ത് അവർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ധീരനായ അബ്രാം, നീ കൊണ്ടുവന്ന സമ്പത്തല്ല, നീ തന്നെ എടുത്തുകൊള്ളുക. ആളുകളെ മാത്രം എനിക്ക് മതി. ഞാൻ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശബ്ദം ചെയ്യും. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയ നിങ്ങൾ പറയാതിരിക്കും. ഈ കൊണ്ടുവന്നതിൽ ഒന്നും ഞാൻ എടുക്കുകയില്ല. അബ്രാം, ഇതാ ഈ അപ്പവും മീനും ഭക്ഷിച്ചാലും ഇത് അനന്തമായ ദൈവസ്നേഹത്തിന്റെ നന്ദിയായി നമുക്ക് അർപ്പിക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടാകട്ടെ. കൂട്ടരെ, എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ യുദ്ധം ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഇതാ ഉൽപ്പത്തിയിൽ നിന്നും പുറപ്പാടിലേക്ക് ഒരു യാത്ര. ഈജിപ്തിൽ നിന്നും ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ വാഗ്ദത്ത നാട്ടിലേക്ക്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തന്റെ ജനത്തോട് കരുണ കാണിക്കുന്ന ദൈവം. ഈജിപ്തിൽ അപ്പം മുറിച്ചും കഴിച്ചിട്ട് ഞങ്ങളെ പട്ടിണി കിട്ട് കൊല്ലാനാണോ ഈ ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? സത്യം, എവിടെ ദൈവം? എന്ത് നിർത്തും? നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവത്തിന് അല്പം പക്ഷം നിങ്ങൾക്ക് തരാനാണ് ബുദ്ധിമുട്ട്. സന്ധ്യയായപ്പോൾ നിങ്ങൾ ദൈവത്തിന് ശബ്ദമാണ്. അവരോട് പറയുക, കർത്താവ് അവരോട് ആവലാതികൾ കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണ്. ഇതിൽ തേൻ ചേർത്ത
നല്ല അപ്പത്തിന്റെ രുചി. നമുക്കിതിനെ മന്ന എന്ന് വിളിക്കാം. ഇന്ന് ഇതിലേക്കുള്ള യാത്രയിൽ പാതീയമായി ദിവ്യകാരുണ്യം ദൈവജനത്തിന് പിതാവ് നൽകിയതുപോലെ അന്ന് വഴിയിൽ തളർന്നു വീണ ദൈവജനത്തിന് ശാരീരിക പോഷണമായി ദൈവപിതാവും മന്ന എന്ന അപ്പം കൊടുത്തു. ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രതീകം. അങ്ങനെ ദൈവപരിപാലനോട് പ്രതീകമായ മന്ന എക്കാലവും മനുഷ്യരോടൊക്കെ സൂക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനാൽ അതിൽ നിന്ന് അല്പം അവർ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചു. ഈ വാഗ്ദാന പേടകവുമായുള്ള യാത്ര മധ്യം ഇതാ ജോർദാൻ നദിയെ തടഞ്ഞു നിർത്തി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ദൈവം അനന്ത സ്നേഹമാണ്. മനുഷ്യന്റെ ജീവിത വഴികളിൽ അവർക്കൊപ്പം കൂടെ നടന്ന സ്വർഗീയ പിതാവാണ് അവിടുന്ന്. ഒടുവിൽ ആ സ്നേഹത്തിന് പൂർത്തീകരണമായി സ്വന്തം പുത്രനെ നമുക്കായി നൽകി. ദിവ്യകാരുണ്യമെന്ന അത്ഭുതാത്മമായി നമുക്കൊപ്പം ജീവിക്കാൻ അവിടുന്ന് അനുവദിച്ചു. റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായോണ്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? അവിടുന്ന് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഭക്ഷിക്കുവാൻ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ കൊടുത്തതുപോലെ എന്തെങ്കിലും. മോശയല്ല, എന്റെ പിതാവ് അന്ന് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന അത്രേ. കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയും എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അങ്ങനെ തന്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തതുപോലെ നമ്മോടൊത്ത് സ്ഥിരമായി വസിക്കാൻ തന്റെ ശരീര രക്തങ്ങളെ അപ്പത്തിന്റെയും മീനിന്റെയും സാദൃശ്യത്തിൽ ഈശോനാഥൻ അന്ത്യ അത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഉദ്ധാനത്തിന് ശേഷമുള്ള ഒരു നാൾ ദൂരെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്രയാകുന്ന 2 ശിഷ്യന്മാർ. ഈശോയുടെ ശിഷ്യനായ ജോസഫ്, സ്നേഹവന്ദനം. ക്ലെയോപ്പാസ്, അങ്ങേക്കും സ്നേഹവന്ദനം. എങ്ങോട്ടേക്കാണ് യാത്ര? എമ്മാവൂസ് ഗ്രാമത്തിലേക്ക്. അതെയോ, ഞാനും അങ്ങോട്ടാണ്. ഇരിക്കുമല്ലോ. നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തെ പറ്റി അറിഞ്ഞു ഒത്തിരി സങ്കടമായി. സ്നേഹിതരെ, നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച്. അറിഞ്ഞില്ലേ, അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ പറഞ്ഞു. അവർ അവനെ കല്ലറയിൽ കണ്ടില്ലത്രേ. പോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മരവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല.
ഹൃദയം ജ്വലിച്ചിരുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദൈവസ്നേഹത്തിന്റെ പാരമ്പര്യം ഒരു മപ്പമായി തീർന്ന് ഇന്നും വിശുദ്ധ കുർബാന എന്ന മഹാകൂലാശയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈശോ. അതെ, ഇതാ നമ്മുടെ കൊച്ചുകാലത്ത് വിലക്കിഞ്ഞോരെന്ന ദേശത്ത് വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ തന്നെ തിരുമുഖം കാണിച്ച ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് നിങ്ങൾ അറിയിക്കുമല്ലോ. പ്രിയമുള്ള കൂട്ടുകാരെ, ഓരോ വിശുദ്ധ കുർബാനയിലും ആ തിരുമൂർത്തി ഈശോയുടെ തിരുമുഖം കാണുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു.